നമസ്കാരം. നമസ്കാരം. UDF സർക്കാർ അധികാരത്തിലേറി ഇപ്പം ഒരു മാസം തികയുന്നേ ഉള്ളൂ. ഇപ്പോൾ നമുക്കറിയാം LDFനെതിരെ UDF പ്രതിപക്ഷത്തായിരിക്കുമ്പം വലിയ തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. അതിലിപ്പം ഈ പറഞ്ഞ പോലെ PSC പിൻവാതിൽ നിയമം, അതല്ലെങ്കിൽ കുടുംബത്തെ പല ആൾക്കാരെയും ഉന്നത തസ്തികയിലേക്കും അല്ലെങ്കിൽ പൊസിഷനിലോട്ടെല്ലാം കുത്തിക്കയറ്റുന്ന ഒരുപാട് സമ്പ്രദായം UDFിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ LDF സർക്കാരിന് ചെയ്ത കാര്യങ്ങൾ UDF മുമ്പിൽ കൊണ്ടുവന്നൊരു പ്രവണത നമ്മൾ കണ്ടതാണ്. അതേ UDF ഇപ്പോൾ ഭരണത്തിലേറുമ്പോൾ നിലവിലെ KPCC പ്രസിഡന്റും അതുപോലെ മന്ത്രിയുമായ സണ്ണി ജോസഫ് അദ്ദേഹത്തിൻ്റെ അളിയനെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിച്ചിട്ടുണ്ട്. അപ്പം ഇത് വലിയ തരത്തിലുള്ള ചർച്ചാ വിഷയമായിട്ട് നിലവിൽ നടക്കുന്നുണ്ട്. കാരണം ഒരു വശത്ത് ഇത്തരത്തിലുള്ള ഐഡിയോളജിക്കെതിരെ ഈ പറഞ്ഞ പോലെ കുടുംബാധിപത്യത്തിൽ മുഴുവനായിട്ട് പാർട്ടി കൊണ്ടുപോകാൻ പാടില്ല എന്നുള്ള തരത്തിൽ വലിയ ഐഡിയോളജി മുമ്പോട്ട് വെക്കുന്ന കോൺഗ്രസ് തന്നെ ഇത്തരത്തിലൊരു നിയമനം നടത്തുമ്പോൾ അത് കോൺഗ്രസിൻ്റെ മൊത്തം ലേബലിന് തന്നെ ഇല്ലാണ്ടാക്കുന്ന ഒന്നല്ലേ? തീർച്ചയായും. അത് ഫവാസെ എങ്ങനെ പറയുമ്പോൾ നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഒരു പൂർവ്വകാല ചരിത്രത്തിലേക്ക് കൂടി പോകാൻ സാധിക്കും. അതായത് ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു, അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ മകളായ ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലെത്തുന്നു. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷൻ അത്യാഹത്തിന് ശേഷം പിന്നീട് രാജീവ് ഗാന്ധി പ്രധാനമന്ത്രിയാകുന്നു. രാജീവ് ഗാന്ധിയും മൃഗീയമായി കൊല ചെയ്യപ്പെട്ടു കഴിഞ്ഞപ്പോൾ പിന്നീട് അതേ കുടുംബത്തിൽ നിന്ന് തന്നെ ആളുകളെ ചുറ്റിപ്പറ്റി തന്നെയായിരുന്നു പ്രധാനമന്ത്രി പദത്തെക്കുറിച്ചുള്ള ചർച്ച. എന്നാൽ ആ സമയത്ത് സോണിയാഗാന്ധി ഒരു തീരുമാനം എടുക്കുകയുണ്ടായി. തൽക്കാലം അധികാര കേന്ദ്രങ്ങളിലേക്ക് ഇപ്പോൾ രാജീവ് ഗാന്ധിയുടെ കുടുംബത്തിൽ നിന്ന് ആരുമില്ല എന്നുള്ളൊരു തീരുമാനം എടുക്കുകയുണ്ടായി. അങ്ങനെയാണ് അവർ അധികാരത്തിന് പുറത്തേക്ക് മാറി നിന്നത്. അന്ന് എല്ലാ ആളുകളും, കോൺഗ്രസിൻ്റെ തലമുതിർന്ന എല്ലാ നേതാക്കന്മാർക്കും താല്പര്യം സോണിയാഗാന്ധിയെ മുന്നിൽ നിർത്തിക്കൊണ്ട് ഇന്ത്യയുടെ ഭരണം കൊണ്ടുപോകാനായിരുന്നു. പക്ഷേ അത് സോണിയാഗാന്ധിയുടെ മാത്രം ഒരു താല്പര്യം കൊണ്ടാണ് മാറി നിന്നത്. അവരുടെ ഭർത്താവ് മരിച്ചതിലുള്ള സങ്കടമോ അല്ലെങ്കിൽ ഈ രാജീവ് ഗാന്ധി തന്നെ അധികാരത്തിലേക്ക് വന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. ഇന്ദിരാഗാന്ധിയുടെ അസാസിനേഷന് ശേഷമാണ് അദ്ദേഹം ആ ഒരു പദവിയിലേക്ക് വരുന്നത്. ഒരു കാരണവശാലും രാഷ്ട്രീയത്തിലേക്ക് എത്തി നോക്കാതെ നടന്ന ഒരു രാഷ്ട്രീയക്കാരിയുടെ മകനായിരുന്നു രാജീവ് ഗാന്ധി. പകരം സഞ്ജയ് ഗാന്ധി അതിലേക്ക് വളരെ സജീവമായിട്ട് വരികയും ഇന്ദിരാഗാന്ധിക്ക് തലവേദന ഉണ്ടാക്കുന്ന തരത്തിൽ പല രീതിയിലുള്ള പ്രവർത്തനമൊക്കെ ചെയ്ത ആൾ തന്നെയാണ്. ഡൽഹിയിലെ ചേരി പൊളിച്ചു നീക്കുന്നതുമായി ബന്ധപ്പെട്ട് സഞ്ജയ് ഗാന്ധിക്കെതിരെ ഉണ്ടായിരുന്ന ആരോപണങ്ങളൊക്കെ ഇപ്പോഴും സജീവമായിട്ട് പല രാഷ്ട്രീയ വേദികളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നത് ഈ ബന്ധു നിയമനത്തെക്കുറിച്ച് പറയുമ്പോൾ കോൺഗ്രസ്സിന് അന്നേ മുതൽ തന്നെ ഇങ്ങനെ ഒരു പഴി കേൾക്കേണ്ടതായി വന്നിട്ടുണ്ട്. സ്വാതന്ത്ര്യലബ്ധിക്ക് ശേഷം ഇന്ത്യ ഏതാണ്ട് 60 വർഷക്കാലം ഭരിച്ചത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. ഈ കോൺഗ്രസ്സിലെ ഭരണം നടത്തുക എന്ന് പറഞ്ഞാൽ അത് നെഹ്റു കുടുംബം തന്നെയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പരാതി കോൺഗ്രസ്സിന് പിന്തുടർച്ചാവകാശം, ചില ആളുകളുടെ വയറ്റിൽ ജനിച്ചു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് പ്രധാനമന്ത്രി പദത്തിലെത്താൻ സാധിക്കും എന്നൊക്കെ തരത്തിലുള്ള ഒരു ആരോപണങ്ങൾ രാഷ്ട്രീയപരമായി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. BJP ഏറ്റവും കൂടുതൽ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ആരോപണം കോൺഗ്രസിനെതിരെ ഈ സാധനം ഇത് തന്നെയാണ്. രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എല്ലാവരും കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അത് ഈ പറഞ്ഞ പോലെ ഒരു പ്രത്യേക കുടുംബത്തിന് മാത്രം, അത് ഓരോ സംസ്ഥാനത്തും ഓരോ കുടുംബങ്ങൾക്ക് തീരെഴുതി കൊടുത്ത പോലെ, അല്ലെങ്കിൽ ഒരു മന്ത്രിസഭ കിട്ടിക്കഴിഞ്ഞാൽ ആ മന്ത്രിസ്ഥാനത്തിരിക്കുന്നവർക്ക് തീരെഴുതി കൊടുത്ത പോലെയാണ് എന്നുള്ള ഏറ്റവും വലിയ പരാതി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാർട്ടി BJP തന്നെയാണ്. അതിൻ്റെ പിന്തുടർച്ചക്കാരിയാണ് ഇവരെല്ലാവരും എന്നാണ്. അപ്പോൾ ഇത് പിന്തുടർച്ചയാണ് കോൺഗ്രസ്സിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് ഒരു ആക്ഷേപം പലപ്പോഴും പറഞ്ഞു കേൾക്കുന്നുണ്ട്. മിക്കവാറും സംസ്ഥാനങ്ങളിലൊക്കെ അതിൻ്റെ അനുരണനങ്ങൾ നമ്മൾ കണ്ടിട്ട് ഇങ്ങ് കേരളത്തിൽ വരെ അതുണ്ട്. തീർച്ചയായും കെ കരുണാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് കെ മുരളീധരനെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നെല്ലാം നമ്മൾ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന് അന്ന് സീറ്റ് കൊടുത്തത് കരുണാകരൻ മൂത്രമൊഴിക്കാൻ പോയപ്പോഴാണ് എന്നൊക്കെ പറഞ്ഞ് വളരെ വിഖ്യാതമായ ചില പരാമർശങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇവിടെ നമ്മൾ പറഞ്ഞു വന്ന വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ ഒരുപക്ഷെ ഈ കോൺഗ്രസിൻ്റെ പ്രവർത്തക നിരയിൽ അത്രയൊന്നും തലയെടുപ്പില്ലാത്തൊരു നേതാവ് തന്നെയായിരുന്നു KPCCയുടെ പ്രസിഡന്റായ സണ്ണി ജോസഫ്. ഒരു ലാളിത്യത്തിൻ്റെ മുഖമുദ്രയുള്ള ഒരാൾ തന്നെയാണ്. തീർച്ചയായും ഈ രാഷ്ട്രീയത്തിൽ ആദർശത്തിൻ്റെ മുഖം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരാൾ തന്നെ. ആർക്കും ഒരു പരാതികൾ അദ്ദേഹത്തെക്കുറിച്ച് രാഷ്ട്രീയപരമായി ഉന്നയിക്കാൻ ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഈ കോൺഗ്രസിൻ്റെ നേതൃത്വം ആവശ്യപ്പെടുന്ന പോലെ ചടുലമായ ചില നീക്കങ്ങളോ അല്ലെങ്കിൽ ചാണക്യതന്ത്രജ്ഞത കൊണ്ടൊന്നും അത്രത്തോളം പ്രാമുഖ്യനായ അല്ലെങ്കിൽ പ്രാമുഖ്യമുള്ള ആളായിരുന്നില്ല സണ്ണി ജോസഫ് എന്നുള്ളത് കാലം സാക്ഷ്യം ചെയ്തിട്ടുള്ളതാണ്. കെ സുധാകരനുമായി ബന്ധപ്പെട്ട് KPCC പ്രസിഡന്റ് പദത്തിൽ ചില പരാമർശങ്ങളും ചില വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ
ജാതി സമവാക്യങ്ങൾ പരിഗണിക്കപ്പെട്ടു കഴിഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങനെയാണ് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്നതും. അതുകൊണ്ട് തന്നെ ഈ ഇടതുപക്ഷത്തിന് എതിരായി ഉണ്ടായ ഒരു തരംഗത്തിൽ പിണറായി വിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ, ഇടതുപക്ഷ വിരുദ്ധ ഭരണവിരുദ്ധ തരംഗം ആഞ്ഞടിച്ചപ്പോൾ സണ്ണി ജോസഫ് MLA ആയി എന്ന് പറയുന്നതാവും കുറച്ചുകൂടി ശരി. അപ്പോൾ എന്തായാലും ഒരു പ്രാദേശിക നേതാവ് എന്ന നിലയിലൊക്കെ MLA ആയി ഇപ്പോൾ സണ്ണി ജോസഫ് മന്ത്രിയായി വന്നു കഴിഞ്ഞപ്പോൾ ആദ്യം അദ്ദേഹത്തിന് പറഞ്ഞു കേട്ടിരുന്ന വകുപ്പ് നമ്മൾ കേട്ടത് പൊതുമരാമത്ത് വകുപ്പാണ്. അത് KC വേണുഗോപാലിൻ്റെ ഇഷ്ടക്കാരനായ അനിൽകുമാറിന് കൊടുക്കണം എന്നുള്ളൊരു ധാരണ വന്നു കഴിഞ്ഞപ്പോൾ തീർച്ചയായും പിന്നീട് വിദ്യുച്ഛക്തി വകുപ്പാണ്. വിദ്യുച്ഛക്തി വകുപ്പ് ആദ്യം തീരുമാനിക്കപ്പെട്ടിരുന്നത് മുരളീധരനാണ് എന്നുള്ളതാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ വകുപ്പ് കൈവിട്ടിട്ട് ആരോഗ്യവകുപ്പ് ചോദിച്ചു മേടിക്കുകയാണ് മുരളീധരൻ ചെയ്തതെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ റവന്യൂ വകുപ്പ് കൈവിട്ടതോടുകൂടി പിന്നീട് സ്വാഭാവികമായിട്ടും മുരളീധരൻ സണ്ണി ജോസഫിലേക്ക് ഈ വൈദ്യുതി വകുപ്പ് വന്നു ചേർന്നു. വൈദ്യുതി വകുപ്പ് വന്നു ചേർന്ന് കഴിഞ്ഞപ്പോൾ സാധാരണഗതിയിൽ മന്ത്രിമാരൊക്കെ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെ നിയമിക്കുന്നതിൽ മറ്റാരോടെങ്കിലും അല്ലെങ്കിൽ പാർട്ടിയോടെങ്കിലും ഒക്കെ ആലോചിക്കുന്ന ചില കീഴ്വഴക്കങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നറിയില്ല. പക്ഷെ സണ്ണി ജോസഫ് ചെയ്തൊരു അബദ്ധം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ സഹോദരി ഭർത്താവിനെ ബെന്നി തോമസിനെ അദ്ദേഹത്തിൻ്റെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയായി നിയമിച്ചു എന്നുള്ളതാണ്. ഈ ബെന്നി തോമസിന് അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കാൻ യാതൊരു തരത്തിലുള്ള അയോഗ്യതയില്ല. അദ്ദേഹം അവിടെ ഉളിക്കൽ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റായിരുന്നു, DCC ജനറൽ സെക്രട്ടറിയൊക്കെ ആയിരുന്നു, കോൺഗ്രസിൻ്റെ അവിഭക്ത പ്രവർത്തകനൊക്കെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഈ കോൺഗ്രസ് എല്ലാ കാലത്തും എടുത്തിരുന്നൊരു നിലപാട് ഫവാസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പിന്തുടർച്ചാവകാശത്തിനെതിരെയായിരുന്നു, അല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിനെതിരെ, ബന്ധു നിയമനത്തിനെതിരെ എപ്പോഴും ഘോരഘോരം ശബ്ദിച്ചിട്ടുള്ള ആൾ തന്നെയായിരുന്നു ഇപ്പോഴത്തെ മുഖ്യമന്ത്രി, അന്നത്തെ പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനും കൂട്ടരും. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിമാരുടെ ഭാര്യമാർക്കും ബന്ധുക്കൾക്കുമെല്ലാം പിൻവാതിൽ നിയമനം നൽകിയതിനെക്കുറിച്ച് സാമൂഹ്യ മാധ്യമത്തിലും അതുപോലെ തന്നെ സമൂഹ മധ്യത്തിലുമെല്ലാം ചർച്ചയാക്കിയ ഇന്നത്തെ നമ്മുടെ മന്ത്രിമാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ, അന്നത്തെ നേതാക്കന്മാർ ഇന്ന് UDFൻ്റെ അധികാര കേന്ദ്രത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പറഞ്ഞതെല്ലാം വിസ്മരിച്ചുകൊണ്ട് ഇപ്പോൾ തൻ്റെ സ്വന്തം സഹോദരിയുടെ ഭർത്താവിനെ തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി ആക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പക്ഷേ കോൺഗ്രസ് പ്രവർത്തകരിൽ നിന്ന് തന്നെ ആയിരിക്കും മന്ത്രിമാർ അവരുടെ പേഴ്സണൽ സ്റ്റാഫിനെയൊക്കെ കണ്ടെത്തുക. ഈ പാർട്ടി അധികാരത്തിൽ വരുമ്പോൾ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരിയവരെയും വിറക് വെട്ടിയവരെയും പോസ്റ്റ് ഒട്ടിക്കാൻ നടന്നവരെയൊക്കെ പലതരത്തിലും പാർട്ടി സംരക്ഷിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മൾ അത്തരം നിയമനങ്ങളൊക്കെ കണ്ടത് ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് തന്നെയാണ്. 2 വർഷം കൂടുമ്പോൾ അവർ പേഴ്സണൽ സ്റ്റാഫിനെ മാറ്റുന്നു. അപ്പോൾ ഏതാണ്ട് ഒരു മന്ത്രിക്ക് 21ഓളം പേഴ്സണൽ സ്റ്റാഫുകൾ ഉണ്ടാവും. അപ്പോൾ ഇത്ര 20 മന്ത്രിമാർക്കായിട്ട് 2 വർഷം കൂടി മാറ്റുമ്പോൾ ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു 100-800 സ്റ്റാഫുകളുണ്ടാവും. ഇവർക്കെല്ലാവർക്കും ആജീവനാന്തം പെൻഷൻ കിട്ടും. എവിടെയാണ് 2 വർഷം തികച്ച് ജോലിയെടുത്താൽ പെൻഷൻ കിട്ടുക? അപ്പോൾ അങ്ങനെ പല ആനുകൂല്യങ്ങളും ഇവർക്ക് കിട്ടും. അതാണ് രാഷ്ട്രീയ പ്രവർത്തകർക്കുള്ള ഒരു ഗുണം. പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഇങ്ങനെ ഈ പേഴ്സണൽ സ്റ്റാഫിൽ അംഗത്വം നേടാൻ സാധിക്കും. അത് ആവശ്യമാണ് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരൊക്കെ ചൂണ്ടിക്കാണിക്കുന്നത്. എല്ലാ ആളുകൾക്കും MLA ആവാനോ അല്ലാന്നുണ്ടെങ്കിൽ മന്ത്രിയാവാനൊന്നും പറ്റില്ല. ഇങ്ങനെ പാർട്ടിക്ക് വേണ്ടി വെള്ളം കോരാനും വിറക് വെട്ടാനും പോസ്റ്റ് ഒട്ടിക്കാനും ജയ് വിളിക്കാനും ജാഥ നടത്താനൊക്കെ നടക്കുന്ന ആളുകളുണ്ടെങ്കിലോ പാർട്ടിക്ക് നിലനിൽപ്പുള്ളൂ. അപ്പോൾ അത്തരം ആളുകളെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയയാണ് ഈ പറഞ്ഞ പേഴ്സണൽ സ്റ്റാഫ്. അവിടെ പാർട്ടി പ്രവർത്തകർ സ്വീകരിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. പക്ഷേ ഇവിടെ സഹോദരി ഭർത്താവ് തന്നെ പാർട്ടി പ്രവർത്തകനായി വന്നു എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഇപ്പോൾ LDF അത് വളരെ വലിയ ആയുധമാക്കിയിട്ടുണ്ട്. BJPക്കാരും അത് ഏറ്റുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ സണ്ണി ജോസഫിനെ സംബന്ധിച്ചിടത്തോളം സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് എന്ന രീതിയിൽ ഇരിക്കുമ്പോൾ തന്നെ ഈ സുധാകരനുമായിട്ടുള്ള ചില ഉരസലുകളുണ്ടായിരുന്നു. സുധാകരന് സണ്ണി ജോസഫായിട്ടുള്ള ഉരസലായിരുന്നില്ല, തീർച്ചയായും VD സതീശനും തമ്മിലുള്ള ഒരു ഉരസലായിരുന്നു. അപ്പോൾ ജാതിമത സമവാക്യങ്ങൾ പരിഗണിച്ചുകൊണ്ട് സണ്ണി ജോസഫിനെ സുധാകരനെ മാറ്റിക്കൊണ്ട് അവിടെ KPCC സ്ഥാനത്തേക്ക് അന്ന് മുതൽ സുധാകരൻ്റെ ഈ എതിർപ്പ് പാർട്ടിയിലുണ്ടായിരുന്നു, ഒളിഞ്ഞും തെളിഞ്ഞുണ്ടായിരുന്നു. അത് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിത്വ നിർണയത്തിലേക്ക് വരെ പാർട്ടിയെ വെട്ടിലാക്കുന്ന തരത്തിൽ ചില തീരുമാനങ്ങളൊക്കെ വാതിൽ അടച്ചിരുന്ന് ഡൽഹിയിൽ 3 ദിവസം സുധാകരൻ ഇരുന്ന് പാർട്ടി വിടുന്നു വരെയുള്ള ചർച്ചയാണ്. അതെ, വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടാക്കിയതാണ്. അതിലുമൊക്കെ ഒളിഞ്ഞും
തെളിഞ്ഞുമൊക്കെ സണ്ണി ജോസഫ് അറിഞ്ഞോ അറിയാതെയൊക്കെ കരുവായ ആൾ തന്നെയാണ്. അതെന്തായാലും സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ 102 സീറ്റോടുകൂടി പാർട്ടി അധികാരത്തിൽ കൊണ്ടുവരാൻ പറ്റി എന്നുള്ളൊരു ക്രെഡിറ്റും ഒക്കെ സണ്ണി ജോസഫിന് കൂടി അവകാശപ്പെട്ടത് തന്നെയാണ്. അത് ആരുടെ പ്രയത്നഫലം കൊണ്ടാണ് എന്നുള്ളതൊക്കെ ചിന്താ വിഷയം തന്നെയാണ്. അത് നമുക്ക് മാറ്റിവെക്കാം. ഇവിടെ സണ്ണി ജോസഫ് എന്ന പരിണിതപ്രജ്ഞനായ ഒരു രാഷ്ട്രീയ നേതാവ് കുറേ കൂടി അവധാനത ഇക്കാര്യത്തിൽ കാണിക്കേണ്ടിയിരുന്നു. കാരണം ഈ ബെന്നി തോമസിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ തന്നെയാണ്. ഉളിക്കൽ പഞ്ചായത്ത് പ്രസിഡൻ്റായിരുന്നു, DCC ജനറൽ സെക്രട്ടറി ആയിരുന്നു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും അദ്ദേഹത്തിന് പാർട്ടിയിൽ പ്രവർത്തിച്ച നല്ല പാരമ്പര്യമുണ്ട്. അദ്ദേഹം കോൺഗ്രസിൻ്റെ അവിഭക്ത കോൺഗ്രസ്സുകാരൻ തന്നെയാണ്. പക്ഷേ ഈ പാർട്ടി ഭരണത്തിൽ വരുമ്പോൾ പാലിക്കപ്പെടേണ്ടതായ ചില കാര്യങ്ങളുണ്ട്, അലിഖിതമായ ചില നിയമങ്ങളുണ്ട്. അവിടെയാണ് ഇപ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ വരിക. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മകള് ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കുന്ന കുട്ടിയാണ് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വരുന്ന ഏതെങ്കിലും തസ്തികകളിലേക്ക് മുഖ്യമന്ത്രിയായി തൻ്റെ മകളെ നിയമിക്കുന്നു, അല്ലെങ്കിൽ ആ കുട്ടിക്ക് നിയമനം കിട്ടിക്കഴിയുമ്പോൾ മുഖ്യമന്ത്രിയുടെ മകളായതിൻ്റെ പേരിൽ നിയമനം കൊടുക്കാൻ പാടില്ലായിക എന്നില്ല. അത് PSC വഴിയൊക്കെയാണ്, അങ്ങനെയൊക്കെയാണ്, അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ മാർഗങ്ങളിലൂടെയൊക്കെ ആണെങ്കിൽ ഒരുപക്ഷെ ചോദ്യം ചെയ്യപ്പെട്ടേക്കില്ല. അങ്ങനെയാണെങ്കിൽ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന നാട് തന്നെയാണ്. കാരണം സീസറിൻ്റെ ഭാര്യ സംശുദ്ധയായിരിക്കണം എന്ന് പറയുന്നൊരു ചൊല്ല് നമ്മൾ രാഷ്ട്രീയത്തിൽ പറഞ്ഞു കേൾക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് തീർച്ചയായും ഇത്തരം നിയമനങ്ങൾ നടത്തുമ്പോൾ ഇത് അദ്ദേഹത്തിന് അർഹതപ്പെട്ടതാണെങ്കിൽ പോലും അത് ബന്ധു നിയമനത്തിൻ്റെ അല്ലെങ്കിൽ പിൻവാതിൽ നിയമനത്തിൻ്റെ പരിധിയിൽ ഇത് വരും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആ വിവാദം ഇപ്പോൾ തന്നെ കത്തിയാളുന്നുണ്ട്. തീർച്ചയായും അത് പുനഃപരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. അല്ല എന്നുണ്ടെങ്കിൽ LDFനെതിരെ UDF ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യങ്ങൾ അത്രയും ഇപ്പോൾ ഇവർക്കെതിരെ തിരിച്ചു വിളിക്കാൻ അവർക്കൊരു അവസരം കൊടുക്കുന്ന, ഇവരെ തല്ലാൻ വേണ്ടി ഒരു വടിവെട്ടി UDFനെ തല്ലാൻ ഒരു വടിവെട്ടി LDFൻ്റെ കയ്യിൽ കൊടുക്കുന്ന പ്രവൃത്തിയാവും ഇതെന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. എന്തായാലും മുഖ്യമന്ത്രി VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഇപ്പോൾ നമ്മളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ വന്ന് കാണാൻ സാധ്യതയുണ്ട്. തീർച്ചയായും ഇതിൽ ഉചിതമായ തീരുമാനം കൈക്കൊള്ളേണ്ടതാണ്. ഇടതുപക്ഷത്തിൻ്റേത് എന്ന് തന്നെയല്ല, നാട്ടിലെ ജനങ്ങളുടെ ഇത്തരം സംശയങ്ങൾക്കൊക്കെ ഒരു വിരാമം ഉണ്ടാകണം. അതിന് കൃത്യമായ രീതിയിൽ മറുപടി കൊടുക്കാൻ സാധിക്കണം. സംശുദ്ധമായിരിക്കണം ഭരണം. അവിടെ സംശയത്തിന് യാതൊരു തരത്തിൽ ഇടം നൽകാത്തതായിരിക്കണം. ഇതെന്ത് തന്നെയായാലും ബന്ധു നിയമനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് വിലയിരുത്തപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല.